ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഒരു തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒന്നൊന്നര പൊളപ്പൻ സാധനം. എനിക്കിതിൽ ഒരേ ഒരു വിഷമേ ഉള്ളൂ. പണ്ടൊക്കെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. എന്തുവാടെ ഇത്? ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 90s കിഡ്സ് കണ്ടു വളർന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സിനിമ സീരീസ് ആണ്. നമ്മളൊന്നും ആ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ടി വിയിൽ വരുമ്പോഴൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ തിയേറ്ററിൽ കാണുന്നതും ടി വി കാണുന്നതും രണ്ട് തലമാണെന്നാണ് മനസ്സിലായത്. എന്തുവാടെ ഇത്? തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച്. എനിക്കിതൊരു സിനിമയായിട്ടല്ല തോന്നിയത്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പോഴും ഞാൻ ആ വേൾഡിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഞാൻ അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് വന്നത്. എല്ലാവർക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല, ഓരോരുത്തരുടെ മെന്റാലിറ്റി ആണത്. ഞാൻ ഭയങ്കര സൂപ്പർ കോൺഷ്യസ് ആയി. വണ്ടി ഓടിഞ്ഞ വണ്ടിയുടെ സൗണ്ട്, കിളി പറന്നു പോകുന്ന സൗണ്ട് എല്ലാം ശ്രദ്ധിച്ച് ഞാൻ ആകപ്പാടെ ഹോർഡഡ് ആയിട്ടാണ് വന്നത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞുതരാം. 2011 അവസാനമായിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് 14 വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്നത് തിരിച്ചു വന്നത്. ഇപ്പോഴെങ്കിലും ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ അല്ല. തിയേറ്ററിൽ കാണുമ്പോൾ സൗണ്ട് എഫക്ട്സും ക്യാമറ വിഷ്വലും നമ്മൾ ആ വേൾഡിനകത്ത് പിടിച്ചിരുത്തുവര് എന്ന് വെച്ചാൽ ചെറിയ മൈന്യൂട്ട്, ഇപ്പൊ കാലൊരയ്ക്കുന്ന സൗണ്ട്, കുപ്പിച്ചില്ലിന്റെ സൗണ്ട്, ചിലപ്പം എന്തെങ്കിലും സാധനം എടുക്കുന്ന സൗണ്ട്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ വേൾഡിനകത്ത് ഇവര് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് കാണുന്നത്. ഇതിന്റെ സംഭവം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രെയിലർ കണ്ടു കാണുമല്ലോ. ട്രെയിലറിൽ കാണുന്നത് ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ്. സാധാരണ ഹോളിവുഡ് സിനിമകൾ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ കോൺജറിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് സിനിമയ്ക്ക് അകത്തുള്ള ഒട്ടുമിക്ക സീൻസും ട്രെയിലറിൽ തന്നെ കാണും. ട്രെയിലറിൽ തന്നെ ഉള്ള എല്ലാ ഹൈ മൊമെന്റ്സും കാണും. പക്ഷെ ഇതില് ഈ ട്രെയിലർ വെറും ഗ്ലിംസ് മാത്രമായിരുന്നു. തിയേറ്ററിൽ കണ്ടത് വേറെ ഒരു സാധനം, വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. പക്ഷെ കഥ നമുക്ക് മനസ്സിലാവും, കഥ നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ ഇതൊരു കഥയോ സിനിമയോ സ്റ്റോറി അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇമോഷൻസോ ഒന്നും അല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ വണ്ടർലേ പോകുന്ന എന്തിനാണ്? ഒരു അഡ്രിനാലിൻ റഷ് എക്സ്പീരിയൻസിന് വേണ്ടിയല്ലേ? ഇതൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ട്രെയിലറിൽ കണ്ട അതേ സ്റ്റോറി തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു സീനുണ്ട്, ഫസ്റ്റ് തുടങ്ങുന്നത് ട്രെയിലറിൽ കാണിക്കുന്ന അതേ സീൻ വെച്ചിട്ടാണ്. ആ ഒരു സീനാണ് സിനിമയിലെ ഏറ്റവും അടിപൊളി സീൻ. അതാണ് വിഷ്വലി സിനിമാറ്റിക്കലി ഒരു ആക്സിഡന്റ് സീക്വൻസ് സെറ്റ് ചെയ്യാന്നുള്ളത് ഇവരെ കൊണ്ടേ പറ്റുള്ളൂ. ആ ഒരു സീനും ആ ഒരു വിഷയ സീന്, ആ ഒരു സീനിൽ നമ്മൾ സിനിമയ്ക്കകത്ത് അങ്ങ് ലോക്കഡ് ആവുകയാണ്. പിന്നെ നമ്മൾ ആ ലോകത്തിലേക്ക് പോവുകയാണ്. ആ ഒരു സിനിമയിൽ ആ ഒരു സീക്വൻസിന് നമ്മൾ അവരെ ഹുക്ക് ചെയ്തു. ആ ഒരു ഹുക്കിൽ നമ്മൾ പിടിച്ച വേൾഡിനകത്ത് കയറിപ്പോകും. പിന്നെ നേരത്തെ കണ്ട മൂവീസ് പോലെയല്ല, കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ട്, കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട്, കുറച്ചുകൂടെ ആർട്ട് വർക്കും വേൾഡും ഒരു രക്ഷയില്ല. എല്ലാം ഇതുവരെ കണ്ട ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിന് അപ്പുറമായിട്ടുള്ള സാധനം. ഇത് എങ്ങനെയാണ് സിനിമ എടുക്കുന്നതിന് മുമ്പ് വിഷ്വലൈസ് ചെയ്യുന്നത്? ഇവരെ തലയിലൊക്കെ എന്താണ്? ഒരു ആക്സിഡന്റ് സീന് നമ്മളത് ഫീൽ ചെയ്യിപ്പിച്ച് കാണിക്കാനായിട്ട് ആരെ തലയിൽ ഇത് വരും? നമുക്ക് നേരത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസ് കണ്ടവർക്ക് അറിയാം. നമുക്ക് തന്നെ തോന്നും ഈ ആക്സിഡന്റ് ഇങ്ങനെ നടക്കും, നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു പേടി ഉണ്ടാവും. അത് ഈ സിനിമയിൽ നേരത്തെ ഉള്ള സിനിമേനേക്കാളും 10 മടങ്ങ് അധികമാണ്. തിയേറ്ററിൽ വാച്ച് ചെയ്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ബാക്കിയുള്ള ഒരു സിനിമയും തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ടില്ല ഫൈനൽ ഡെസ്റ്റിനേഷന്റെ. ചിലപ്പോൾ അതൊക്കെ ഇത്ര ഇമ്പാക്ട്ഫുൾ ഉണ്ടായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി ലൈഫ് ടൈമിൽ ഇതിനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഈ സ്റ്റോറി മൊത്തം കംപ്ലീറ്റ് ആയതുപോലെയാണ് ഈ സിനിമ നിർത്തുന്നത്. ഇനി ഒരു സിനിമ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതെല്ലാം പോട്ടെ, നിങ്ങൾ ഈ സിനിമ മസ്റ്റ് വാച്ച്. പിന്നെ ഒരുപാട് ഗ്രൂസം, ഒരുപാട് വയലൻസ്, അരോചകമായിട്ടുള്ള ഒരുപാട് സീനുകളുണ്ട്. പിടിച്ചിരിക്കാൻ പറ്റുന്നവർ മാത്രം പോയാൽ മതി. ഈ അടുത്ത കാലത്ത് ഈ ജോണറിൽ ഇറങ്ങിയ സിനിമകളൊന്നും ഇത്രയും വയലൻസിനും ഗ്രൂസം ആയിട്ടുള്ള സീൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കിട്ടിയതാണ്. പക്ഷെ പിടിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം പോയാൽ മതി. അല്ലാത്തവര് എനിക്ക് അറിഞ്ഞൂടാ, അല്ലാത്തവര് പോണ്ട. പിടിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം പോയി എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തിയിട്ട് പൊക്കോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിനിമ കണ്ടവർ മാത്രം അങ്ങോട്ട് തുടർന്ന് കണ്ടാൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, നിങ്ങളൊക്കെ പോയിന്റൊക്കെ പോയെന്ന് വിചാരിക്കുന്നു. സിനിമ തുടങ്ങുന്നത് ആ ഒരു ടവറിന്റെ സീക്വൻസിൽ നിന്നാണ്. നിങ്ങൾ ട്രെയിലറിൽ കണ്ടതുപോലെ ആ ഒരു ടവറിലെ സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു സീക്വൻസിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ആ ഒരു കഥയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബാക്കി എല്ലാ സിനിമയിലെയും കഥ. ഇതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തതുപോലെയാണ് ഒരു സിനിമ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഈ ഒരു 6th മൂവി നടക്കുന്നത് 2025 ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഫസ്റ്റ് മൂവി നടക്കുന്നത് 2000 ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം 2000 to 2008 വരെ സെറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഈ ഒരു സിനിമയുടെ ഹിസ്റ്ററി കാണിക്കുന്നത് 50 വർഷം മുൻപ്, അതായത് 1975 70s 80s റേഞ്ചിലാണ് ഈ സിനിമയുടെ ഹിസ്റ്ററി കാണിക്കുന്നത്.
അതാണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവീസിന്റെ ഒറിജിൻ. ഓക്കെ, ഈ ഒരു ടവർ സീക്വൻസ് ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. ആ ഒരു ടൈമിലാണ് ആദ്യമായിട്ട് ഒരാൾക്ക് ഈ ഒരു പ്രമോഷൻ കിട്ടുന്നത്. അത് ഈ ഒരു ലേഡിയാണ്. നിങ്ങൾക്ക് ട്രെയിലറിൽ കണ്ടാൽ അറിയാം, ഒരു അടിപൊളി ഒരു ലേഡി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതുപോലെ പ്രമോഷൻ കിട്ടുകയാണ്. പുള്ളിക്കാരി അവിടെ നിന്ന് ഒരുപാട് പേരെ രക്ഷിക്കും. അവിടെ ഏകദേശം ഒരു 10-50 പേര് മരിക്കാനുണ്ടായി. 10-50 അല്ല, അതിൽ കൂടുതൽ പേര് മരിക്കാനുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും പുള്ളിക്കാരി രക്ഷിക്കും. അവിടെ തൊട്ടാണ് ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷന്റെ കേഴ്സ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ രക്ഷപ്പെട്ട ഓരോ ആൾക്കാരും ഓർഡർ വൈസ് മരിച്ചു വരികയാണ്. അവര് മാത്രമല്ല, അവരുടെ ബ്ലഡ് ലൈൻസും മരിച്ചു വരികയാണ്. ഈ ഒരു മൂവിയിൽ പറയുന്നത് കഴിഞ്ഞ 5 മൂവീസിൽ നടന്ന ഇൻസിഡൻസ് എല്ലാം ഈ ഒരു ഇൻസിഡന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ അവസാനം മരിക്കുന്ന 2 പേരാണ്, ഒന്ന് ഈ പറഞ്ഞ ലേഡിയും ഒന്നൊരു കൊച്ചുകുട്ടിയും. അതിൽ ഐറിസ് എന്ന് പറയുന്ന ലേഡിയാണ് ആ ഒരു സീക്വൻസിൽ അവസാനമായിട്ട് മരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഐറിസിന്റെ ബ്ലഡ് ലൈൻസുമാണ് മരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് ഗസ് ചെയ്യാമോ? അതെ, ബ്ലഡ് വർത്ത് ആണ്. കഴിഞ്ഞ 5 സിനിമയിൽ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ഉണ്ട്. ഈ ഡെത്തുകളെയൊക്കെ പറ്റി ഒരുപാട് അറിയാവുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരേ ഒരാള് പുള്ളിക്കാരനാണ്. ഈ 5 സിനിമയിൽ റെക്കറിംഗ് ആയിട്ട് വന്ന ഒരേ ഒരു ക്യാരക്ടറും പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ അടുത്താണ് എല്ലാവരും പോയി സഹായങ്ങൾ ചോദിക്കുന്നത്, എന്ത് ചെയ്യാന്ന്. അപ്പൊ എല്ലാ സിനിമകളിലും പുള്ളിക്കാരൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് കാരണം ഇതാണ്, പുള്ളിയും ആ ഒരു സ്ത്രീയുമാണ് ഏറ്റവും അവസാനം മരിക്കേണ്ട 2 പേര്. അതിൽ ആ സ്ത്രീ മരിച്ചു കഴിയുമ്പോഴാണ് ഈ പുള്ളി മരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ബ്ലഡ് വർത്ത് ചെയ്ത ടോണി ടോഡ് റിയൽ ലൈഫിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു 2024. അപ്പൊ പുള്ളിയുടെ ഒരു ലാസ്റ്റ് അപ്പിയറൻസ് ആണ് ഈ ഒരു മൂവി. പുള്ളിയുടെയും ആർക്ക് കംപ്ലീറ്റ് ആയി, ആ ഒരു സ്ത്രീയുടെ ആർക്ക് കംപ്ലീറ്റ് ആയി. അതെല്ലാം കഴിഞ്ഞ് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇതിൽ എറിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ മരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പുള്ളിക്കാരന്റെ സിനിമയോ സീരീസോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും, ഒരു വെറും ഊള ചെറുക്കനാണത്. ഏത് സിനിമ വന്നാലും ഇവൻ മരിച്ചേ പറ്റൂ. ഇവൻ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ്. സിനിമയിൽ വന്നാൽ മരിക്കും. അപ്പോൾ ഒരു കാര്യമില്ലാതെ പുള്ളി മരിക്കും. ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചത് പുള്ളി മരിക്കുമെന്നാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം തീർന്നു. അപ്പൊ രക്ഷപ്പെടാൻ 2 വഴികൾ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കില്ല് ചെയ്തിട്ട് അയാളുടെ ലൈഫ് സ്പാൻ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്വയമേ മരിച്ചതിന് ശേഷം തിരിച്ചു വരണം. അതായത് അടുത്ത് മരിക്കാനുള്ള ആള് മരിച്ചതിന് ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൈന് ബ്രേക്ക് ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ സിനിമയുടെ നടി മരിക്കുന്നതായിട്ട് കാണിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്നതായിട്ട് കാണിക്കും. പക്ഷെ എൻഡിലാണ് പറയുന്നത് ഹാർട്ട് സ്റ്റോപ്പ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ലൈന് ബ്രേക്ക് ആയിട്ടില്ല. സോ എല്ലാവരും ലാസ്റ്റ് മരിക്കും. അപ്പൊ സിനിമ മൊത്തത്തിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ലിറ്ററലി ഫൈനൽ ഡെസ്റ്റിനേഷൻ ആക്കി വിട്ടിട്ടുണ്ട്. ഒരു ക്യാരക്ടറിനെ പോലും ഡെത്ത് വെറുതെ വിട്ടിട്ടില്ല. അന്നത്തെ ആ ഇൻസിഡന്റ് 50 വർഷം മുമ്പ് നടന്ന ഇൻസിഡന്റിൽ എല്ലാ ആൾക്കാരെയും ഡെത്ത് കൊന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഒരു ആർക്ക് കംപ്ലീറ്റ് ആയപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡെത്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. എങ്ങനെയായാലും അത് നമ്മളെ തേടി വരും. പക്ഷെ ഡെത്തിന്റെ ആ ഒരു മിസ്റ്ററി ഇപ്പോഴും ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ അവിടെ നിൽപ്പുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്തുകൊണ്ടും സ്റ്റോറി വൈസും ഡയറക്ഷൻ വൈസും സ്ക്രീൻ പ്ലേ വൈസും എൻഗേജിങ് ആക്കി അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ തന്നുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സീരീസ് തീർന്നിട്ടുള്ളത്. ചിലപ്പോ വരാം, പൈസ ഉണ്ടാക്കണം, വരാം. ഓക്കെ, ഐ ആം ജസ്റ്റ് മൈൻഡ് ബ്ലോൺ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ ഒരു സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് വിചാരിക്കുന്നത്. ഇത് തിരിച്ചു കൊണ്ടുവന്നല്ലോ, 14 വർഷത്തിന് ശേഷം ഗ്യാപ്പ് എടുത്തിട്ടായാലും തിരിച്ചു കൊണ്ടുവന്ന് ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതെല്ലാം ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം കമന്റ് ബോക്സിൽ പറയുക. ഇതുപോലെ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ദിസ് ഈസ് അനൂപ്.